ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം സ്വർഗത്തിലെ ദൈവം ഒരുക്കി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മോട് കൂടെയുണ്ടല്ലോ. ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിഞ്ഞ് നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോവ തക്കണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഒരു തീരുമാനം. 1-ാം അധ്യായം, രൂത്ത് 1-ാം അധ്യായത്തിൽ പല തീരുമാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല തരത്തിലുള്ള തീരുമാനങ്ങൾ, ചിലരുടെ തീരുമാനത്തിൽ വന്ന തെറ്റുകൾ, എന്നാൽ ചിലവരുടെ തീരുമാനത്തിൽ വന്ന ശരിയായ തീരുമാനം, ദൈവസാന്നിധ്യത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവശബ്ദം കേട്ടുകൊണ്ട് നാം എടുക്കുന്നതായ ഓരോ തീരുമാനങ്ങളും അത് എത്ര പ്രയോജനപ്രദമുള്ളതാണ്. അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമല്ല എങ്കിൽ അതിന്മേൽ വരുന്നതായ വിപത്തുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്, നമുക്കെല്ലാം സുപരിചിതമായ വചനമാണ്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത സമയമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെയധികം പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ ഇസ്രായേൽ ദേശത്ത് നടന്ന സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച അനേകം ന്യായാധിപന്മാർ, ഒഥനിയേൽ മുതൽ ദൈവം മുന്നോട്ട് കൊണ്ടുവന്ന പല ന്യായാധിപന്മാരെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ സമയത്ത് ദൈവം ചെയ്ത ദൈവിക വിടുതലുകൾ, എന്നാൽ ആ ന്യായാധിപന്മാരുടെ ജീവിതത്തിൽ വന്ന തീരുമാനത്തിൽ അവർ ആ ദൈവവചനത്തിൽ തീരുമാനത്തിൽ ആ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് വന്ന ദേശത്തിൽ വന്ന വിപത്തുകളെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായി ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ന്യായാധിപന്മാരെ കുറിച്ചല്ല, മറിച്ച് ന്യായാധിപന്മാരുടെ കാലത്ത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ യഹൂദയിലെ ബേത്ലഹേമിൽ ഉണ്ടായ ഒരു കുടുംബത്തിൻ്റെ വിഷയമാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി ബേത്ലഹേം ദേശത്ത് പാർത്തിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവർ പുത്രന്മാരുമായി ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന അവർ മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ക്ഷാമമുണ്ടായപ്പോൾ, നമുക്കറിയാം അപ്പത്തിൻ്റെ ക്ഷാമം, ബേത്ലഹേം അപ്പത്തിൻ്റെ സ്ഥലമെന്നറിയപ്പെടുന്ന ബേത്ലഹേമിൽ അപ്പത്തിൻ്റെ ക്ഷാമം നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആ ദേശത്ത് ഒരു അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്നതായ ഒരു അപ്പത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന സംഭവം ലഭിക്കാതിരിക്കുമ്പോൾ അതിനുവേണ്ടി ആ ക്ഷാമം നേരിട്ടപ്പോൾ എലീമേലെക്ക് എടുത്ത ഒരു തീരുമാനം. അവന് എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിൽ ബെത്ലഹേമിൽ എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ തീരുമാനം മുന്നോട്ട് വായിക്കുമ്പോൾ തീരുമാനം എടുക്കുന്നത് ആരായിരുന്നു? തീരുമാനം എടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തീരുമാനമെടുത്തത് എലീമേലെക്കിൻ്റെ തീരുമാനമായിരുന്നു. ബെത്ലഹേമിനെ വിട്ടുകൊണ്ട് ഈ പോകാൻ ആഗ്രഹിക്കുന്നതായ ദേശം മോവാബ് ദേശം. നമുക്കറിയാം മോവാബ് വളരെ ശപിക്കപ്പെട്ടൊരു ദേശം. വചനപ്രകാരം നാം നോക്കുകയാണെങ്കിൽ ശപിക്കപ്പെട്ടൊരു ദേശമാണ് മോവാബ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമാണ് ബെത്ലഹേം. ആ ബെത്ലഹേമിൽ വന്ന ആ ക്ഷാമത്തിന്മേൽ ഒരു കുടുംബത്തിൻ്റെ തീരുമാനം. പലപ്പോഴും ന്യായാധിപന്മാർ തങ്ങളുടെ തീരുമാനത്തിൽ തെറ്റി ദേശത്തിന്മേൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ നേരിട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ എലീമേലേക്ക് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം അല്പസമയത്തേക്ക് നമുക്കറിയാം താൽക്കാലികമായി അവിടെ പാർക്കുവാനുള്ള ചിന്തയിലാണ് അവർ കടന്നു പോകുന്നത്. അക്ഷാമം മാറുമ്പോൾ മടങ്ങി വരണം എന്നുള്ള
താൽക്കാലിക തീരുമാനം. എന്നാൽ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം അവർ നീണ്ട വർഷങ്ങൾ അവിടെ ചെന്ന് പാർക്കുന്ന ഒരവസ്ഥ, 10ഓളം വർഷക്കാലം, അല്ലെങ്കിൽ അവിടെ വലിയ പ്രതികൂലം, ആ കുടുംബത്തിന്മേൽ വലിയ പ്രതികൂലം ആഞ്ഞടിക്കും വരെ അവിടെ പാർക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചെന്ന് താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലേക്ക് മരിച്ചു. എലീമേലേക്ക് എടുത്ത തീരുമാനമായിരുന്നു അവിടെ താൽക്കാലികമായി പോയി താമസിക്കുക, ക്ഷാമം, അപ്പത്തിൻ്റെ ക്ഷാമം തീരുന്നത് വരെ അവിടെ താമസിക്കുക. എന്നാൽ എലീമേലേക്ക് മരിച്ചു. പിന്നീട് ഒരു തീരുമാനം എടുക്കുവാൻ ആൾ ശേഷിക്കാതെ വണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചു. നവോമിയും 2 പുത്രന്മാരും മാത്രം ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റൊരുത്തിക്ക് രൂത്തും എന്നു പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പിതാവെടുത്ത തീരുമാനം, എലീമേലെക്കിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ എലീമേലേക്ക് ശരിയായൊരു തീരുമാനമല്ല എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, മഹ്ലോനും കില്യോനും അവരും തിരിച്ച് ബെത്ലഹേമിലേക്ക്, ഈ ഒരു സംഭവം നടന്ന ശേഷം തിരിച്ച് ദൈവം അവരെ പാർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദേശത്തല്ല, മറിച്ച് അവരുടെ സ്വയ തീരുമാനത്തിൽ അവരെ അവിടെ തന്നെ വിവാഹം കഴിച്ച് വീണ്ടും ഇരുവരും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 10ഓളം വർഷം അവിടെ താമസിക്കുന്നു. അവിടെ വിവാഹം കഴിച്ചു. ആ പുത്രന്മാരും 2 പേരും മരിച്ചു. പിന്നീട് അവർക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ലാതെ വണ്ണം അവർ എന്നേക്കുമായി അവിടെ നിന്ന് മരിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു, അവശേഷിച്ചു. എന്നാൽ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്തിരിക്കുന്നുവെന്ന് അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമകളോടുകൂടി പുറപ്പെട്ടു. എന്നാൽ ഒരു ശരിയായ തീരുമാനം ഈ പുസ്തകത്തിൽ, രൂത്തിൻ്റെ പുസ്തകത്തിൽ ശരിയായ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നവോമിയായിരുന്നു. ശരിയായൊരു തീരുമാനത്തിൽ, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, അതിൻ്റെ മധ്യത്തിൽ, തകർച്ചയുടെ മധ്യത്തിൽ ഒരു യഥാർത്ഥ തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നത്, ശരിയായ തീരുമാനം എടുക്കുന്നത് നവോമിയായിരുന്നു. നവോമി എടുത്ത തീരുമാനമിടുവാൻ കാണാൻ സാധിക്കുന്നു, മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമകളോടുകൂടെ പുറപ്പെട്ടു. ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ്, തൻ്റെ മരുമകളുമായി പുറപ്പെടുവാൻ തക്കവണ്ണം ഒരു തുടക്കമിടുന്ന നവോമി. നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, തെറ്റിക്കിടക്കുന്ന പല തീരുമാനങ്ങളുടെ മധ്യത്തിൽ ആ തീരുമാനത്തിൽ, ശരിയായ തീരുമാനത്തിലൊരു തുടക്കം, നവോമി ഒരു തുടക്കമിടുകയാണ്. എലീമേലേക്ക് എടുത്ത തീരുമാനത്തിൻ്റെ തെറ്റല്ലെങ്കിൽ മഹ്ലോനും കില്യോനും 2 മക്കളും എടുത്ത തീരുമാനം, ഒരു ഭവനത്തിൽ പുരുഷ പ്രജ ജീവിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപക്ഷെ സ്ഥാനമില്ലാത്ത ഇസ്രായേൽ ദേശത്ത്, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ നമുക്കറിയാം, ആ തീരുമാനങ്ങളിൽ പൊതുവായിട്ടും നാം ഓൾമോസ്റ്റും കാണുന്നത് ഭവനങ്ങളിൽ ആ തീരുമാനങ്ങൾ പുരുഷന്മാർ എടുക്കുമ്പോൾ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പുരുഷ പ്രജ, അവരുടെ കുടുംബത്തിലുള്ള 3 പുരുഷന്മാരും മരിച്ചു. ഇനി തീരുമാനം എന്താണ് എടുക്കേണ്ടുന്നത്? ആ തീരുമാനത്തിൽ ഒരുപക്ഷെ നവോമിക്ക് അവിടെ തന്നെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു. 1 സന്ദർശനം ദൈവത്തിൻ്റെ, 2 ആഹാരം കൊടുത്ത പ്രകാരം അവൾ കേട്ടിട്ട്. ഇത് വെറും ഒരു കേൾവിയായിരുന്നു, പക്ഷെ ആ കേൾവി ശരിയായൊരു കേൾവി, നവോമി കേൾക്കുന്ന കാര്യങ്ങൾ ശരിയായൊരു കേൾവി. നാം എന്താണ് കേൾക്കുന്നത്? ശരിയായ രീതിയിൽ കേൾക്കേണ്ടുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പല വിഷയങ്ങൾ നാം ശ്രദ്ധയോടെ, നമ്മെ തന്നെ മിണ്ടാതിരുന്ന് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ പ്രതികൂലത്തിൻ്റെ സാഹചര്യമായിരിക്കാം. ഭവനത്തിൽ നടന്ന 3 മരണം, ഒരുപക്ഷെ വലിയ പ്രതികൂലത്തിൻ്റെ സാഹചര്യം, ഒരുപക്ഷെ വലിയ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ആ ഹൃദയത്തിൽ വന്ന വലിയ ചിന്തകൾ, അല്ലെങ്കിൽ വലിയ പ്രതികൂലത്തിൻ്റെ, വലിയ വേദനയുടെ അവസ്ഥകൾ. എന്നാൽ ആ വേദനയുടെ തിരമാലയിലും, പല ചിന്തയുടെ തിരമാലയിലും,
ഭാരത്തിൻ്റെ തിരമാലകളുടെ മധ്യത്തിലും ശരിയായ തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ നവോമിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് നമുക്ക് റൂത്തിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്. കാരണം റൂത്തിൻ്റെ ജീവിതത്തിൽ റൂത്തിലേക്ക് കടന്നു വരുമ്പോഴും റൂത്തിൻ്റെ ജീവിതത്തിൽ ആ നവോമിയോട് പറ്റിച്ചേർന്ന് നീ പാർക്കുന്ന ദേശത്ത് ഞാൻ പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കുമെന്നെല്ലാം റൂത്ത് പറയുന്ന അവസ്ഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ നവോമിയുടെ ഒരു നല്ല റോൾ മോഡൽ ലൈഫാണ് ആ ജീവിച്ചിരുന്ന സമയത്ത് റൂത്തിന് കാണുവാൻ ഇടയെ തീർന്നത്. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം നവോമി മോവാബ് ദേശത്ത് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ ഓർപ്പയോടും റൂത്തിനോടും കൂടെ പുറപ്പെട്ടു. പുറപ്പാട് ശരിയായിരുന്നു, നവോമി എടുത്ത തീരുമാനം ശരിയായിരുന്നു. പക്ഷേ ദൈവചിന്ത നമുക്ക് കാണാൻ സാധിക്കുന്നു, അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടു. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൾ കേട്ടത് ശരിയായിരുന്നു. രണ്ട്, താൻ മടങ്ങിപ്പോകുവാൻ ഒരു തീരുമാനമെടുത്തു. രണ്ട്, മൂന്നാമത് അവൾ പുറപ്പെട്ടു. ആ തീരുമാനത്തിലൊരു സ്റ്റാർട്ടിങ് അവളുടെ ലൈഫിലേക്ക് കടന്നു വന്നു. നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ നാം ഒരു തുടക്കമിടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നാം ഏത് തീരുമാനമെടുത്താലും അതിലൊരു തുടക്കം, അതിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നാം ഒരു തുടക്കമിടുവാൻ തക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതുവർഷത്തിൻ്റെ ആരംഭങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അടുത്ത വർഷം അവസാനിക്കുമ്പോൾ, ഒരു പഴയ വർഷം അവസാനിക്കുമ്പോൾ പലപ്പോഴും പല സഭകളിലും പല തീരുമാനത്തിലേക്ക് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന തീരുമാനത്തിൽ പുറപ്പെടുന്ന ഒരു വ്യക്തി, തീരുമാനത്തിൽ ഒരു തുടക്കമിടുന്ന നവോമിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവളെടുത്ത തീരുമാനത്തിൽ അവളുടെ പുറകാലെ സഞ്ചരിക്കുന്ന 2 മരുമക്കൾ ആ തീരുമാനത്തിൻ്റെ പുറകിൽ, എന്നാൽ അവർ സ്വയമായ തീരുമാനമല്ല, എന്നാൽ നവോമി എടുത്ത ദൃഢമായ നിശ്ചയമുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടു. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ തീരുമാനം എടുത്തൊരു തുടക്കമിട്ടു ആ സ്ഥലം വിടുവാൻ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ശപിക്കപ്പെട്ട സ്ഥലം മോവാബ് ദേശം, അല്ലെങ്കിൽ മോവാബ് നമുക്കറിയാം വളരെ ശപിക്കപ്പെട്ട സ്ഥലം വിടുവാൻ തക്കവണ്ണം, അത് വിടുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വിടണം. ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് 2 മക്കളെ അടക്കിയ സ്ഥലം, മഹ്ലോനെയും കില്യോനെയും തൻ്റെ ഭർത്താവായ എലീമേലെക്കിനെയും അടക്കിയ ആ സ്ഥലം വിടുവാൻ. കാരണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആകെ ഉണ്ടായിരുന്ന അവരായിരുന്നു, അതുപോലെ മോവാബിരായ മരുമക്കൾ. എന്നാൽ നവോമി എടുത്ത തീരുമാനം ദൈവഹിതപ്രകാരം വേദനയുണ്ടെങ്കിലും ആ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട്, നമുക്ക് ചില കാര്യങ്ങളെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വേദനജനകമെന്ന് നമുക്ക് തോന്നിയാൽ പോലും ആ റൈറ്റായിട്ടുള്ള ശരിയായ തീരുമാനമെടുത്ത് ശരിയായ തീരുമാനത്തിൽ ഉറച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ 4 ചുറ്റും ഒരുപക്ഷെ വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ മുള്ളുവേലികൾ കെട്ടി ഉറപ്പിച്ചതുപോലുള്ള പ്രതികൂലങ്ങൾ, എന്നാൽ അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട്, ആ മുള്ളുവേലികളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് ധൈര്യത്തോടെ, നമുക്ക് വേദന വരുത്തുന്ന മുള്ളുവേലികൾ നമ്മുടെ തീരുമാനം, ശരിയായ തീരുമാനത്തിൽ നാം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങളെ വചനത്തെ നോക്കിക്കൊണ്ട്, വചനപ്രകാരം വചനമാകുന്ന സർവശക്തനായ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുന്ന ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടെങ്കിലും പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ പിന്നത്തേതിൽ അത് അനുഗ്രഹത്തിനായി തീരുവാൻ ഇടയെ തീരും. യഹൂദ ദേശത്ത് മടങ്ങിപ്പോകുവാൻ യാത്രയായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൾ പുറപ്പെട്ടു, ആ സ്ഥലം വിട്ടുകൊണ്ട് ആ തീരുമാനമാണ്. അതുകൊണ്ട് മടങ്ങിപ്പോകുവാൻ യാത്രയെ സ്ഥലം വിടുകയാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഒരു ഗുഡ് ബൈ പറയുന്ന, എന്നേക്കുമായി അത് വിടുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു തീരുമാനത്തെ നാം ഉറച്ചാലും പഴയതിനെ വിട്ടുകളയുവാൻ നമുക്ക് ദൈവചനത്തെ കാണാൻ സാധിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന, അല്ലെങ്കിൽ പഴയ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുന്ന, അല്ലെങ്കിൽ നമുക്ക് ദൈവഹിതമല്ലാത്തത് അതിനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വേദനാജനകമെങ്കിലും ദൈവഹിതമായത് ചെയ്യുവാൻ തക്കവണ്ണം ഒരു യാത്രയാകുന്ന ഒരു തയ്യാറെടുപ്പാണ് ഇസ്രായേൽ ജനം
മിസ്രയീം വിട്ട് പുറപ്പെടുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തപ്പോൾ അവർ ഒരു തയ്യാറെടുപ്പ് അവർക്കുണ്ടായിരുന്നു. ആ തയ്യാറെടുപ്പിൽ ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു. ആ രക്തത്താൽ അവർ സുരക്ഷിതരായി സൂക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ ആ രക്തത്താൽ, അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം മുദ്ര ചെയ്യപ്പെട്ട, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം ഉറച്ചുകൊണ്ട്, ആ രക്തത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട്, ആ രക്തത്തിൽ നമ്മെ മുഴുവനുമായി കവർ ചെയ്യുവാൻ, ആ രക്തത്തിൽ നമ്മെ പൊതിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നാം പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇന്നും ശക്തിയുള്ള ആ രക്തത്തിൻ്റെ ശക്തി, നമ്മെ വിപത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവശക്തി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നവോമിയുടെ ജീവിതത്തിൽ അവൾ മരിച്ചില്ല, രൂത്തും ഓർപ്പയും മരിച്ചില്ല. കാരണം ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പല തീരുമാനങ്ങളാണ് ഈ ചാപ്റ്റർ ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫ്രീ വിൽ, സ്വയമായി തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും സ്വയ തീരുമാനത്തിനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നവോമി ആ മരുമക്കൾക്ക്, നവോമിക്ക് ഒരു പക്ഷേ നിർബന്ധമായും അവരോട് പറയാമായിരുന്നു എൻ്റെ കൂടെ വരുവാൻ തക്കവണ്ണം. എന്നാൽ നവോമിയ ഫ്രീ വിൽ, ഏദൻ തോട്ടത്തിൽ നമുക്ക് ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യ മനുഷ്യനായിരിക്കുന്ന ഹവ്വയെയും ആദ്യ സ്ത്രീയായിരിക്കുന്നതായ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുപോലെ ആ സ്ത്രീയെ, ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീ വിൽ, അല്ലെങ്കിൽ സ്വയമായി തീരുമാനമെടുക്കുവാനുള്ളൊരു കഴിവ് ദൈവം അവർക്ക് കൊടുത്തു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെയും നവോമി ഇവിടെ പറയുകയാണ്, നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഒരു തീരുമാനമാണ് അവർക്ക്. കാരണം എന്താണ്, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തത് യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ആ ദയ ചെയ്തതുപോലെ നിങ്ങൾക്കും ദയ ചെയ്യുമാറാകട്ടെ. ഓർപ്പയ്ക്കും അതുപോലെ രൂത്തിനും ഒരു ഫ്രീ വിൽ, സ്വയമായ തീരുമാനമെടുക്കാൻ, തൻ്റെ തീരുമാനം ഉറച്ചതാണ് ആ ദേശം വിടുവാൻ, ശപിക്കപ്പെട്ട ആ ദേശം വിടുവാൻ. പലപ്പോഴും നാം ആയിരിക്കുന്നതായ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം വിടുവാൻ തക്കവണ്ണം, ഒരുപക്ഷെ നാം ആയിരിക്കുന്നതായ സ്ഥിതി വിടുവാൻ തക്കവണ്ണം നാം എടുക്കുന്ന തീരുമാനം ഒരു റൈറ്റ് തീരുമാനമാണ്. ആ റൈറ്റ് തീരുമാനത്തിൽ, ആ ശരിയായ തീരുമാനത്തിൽ നാം ഉറച്ചിരിക്കുന്നുവെങ്കിൽ ആ തീരുമാനം നമ്മെ യഥാർത്ഥമായും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയെത്തീരും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവരെ ചുംബിച്ചു, അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട്, ഞങ്ങൾ നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോവിൻ, എന്തിന് എന്നോടുകൂടെ പോരുന്നു? ദൈവം എപ്പോഴും നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ചോയ്സ് തരുന്ന ദൈവമാണ്. ദൈവം നമുക്കെപ്പോഴും ഒരു ചോയ്സ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, തീരുമാനമെടുക്കുവാൻ. നിങ്ങൾക്ക് ഭർത്താക്കന്മാർ, ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? നമുക്ക് വാക്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ നവോമി വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാനും എനിക്ക് പ്രായം കഴിഞ്ഞു പോയി അല്ല. അങ്ങനെ ഒരു ആശ എനിക്കുണ്ടെങ്കിൽ ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ടു കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അതു വേണ്ട എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ഇവിടെ നമുക്കറിയാം, നവോമി വ്യസനിക്കുന്നത് ഓർപ്പയെയും റൂത്തിനെയും കുറിച്ചാണ്. കാരണം ദൈവകരം വളരെ ഭാരമായി, അല്ലെങ്കിൽ വിരോധമായി, നവോമിക്ക് വിരോധമായി വന്നു. കാരണം നവോമിയുടെ ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചുപോയ ആ വ്യസനം, വളരെയധികം വേദനയോടാണ് നവോമി ആയിരിക്കുന്നത്. എന്നാൽ അതിലധികം വ്യസനം ജീവിച്ചിരിക്കുന്ന ഓർപ്പയുടെയും രൂത്തിൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനാലുള്ളൊരു വ്യസനം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ നവോമി കൊടുത്ത ഒരു ഫ്രീ വിൽ ഉണ്ട്. അവർ പിന്നെയും
പൊട്ടിക്കരഞ്ഞു. ഇത് രണ്ടാമത് അവർ പൊട്ടിക്കരയുകയാണ്. ഒന്നല്ല, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, വീണ്ടും ഒരു തെറ്റായ തീരുമാനം, ഓർപ്പയെടുക്കുന്ന തീരുമാനം. രൂത്തോ അവളോട് പറ്റി നിന്നു. റൂത്ത് ശരിയായ തീരുമാനത്തിൽ ഉറച്ചു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും, ഓർപ്പ തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവവും നമുക്ക് നൽകുന്ന ഒരു തീരുമാനത്തിൽ നാം ഏത് തീരുമാനമെടുക്കുന്ന ആ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. നാം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എടുത്ത തീരുമാനങ്ങളാണ് ആ ദേശത്തെ പോലും നെബൂഖദ്നേസറിൻ്റെ സമയം മുതൽ ആ ദേശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയായി. അവർ ശരിയായ തീരുമാനമെടുത്തു. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങൾ അനേകരുടെ നന്മയ്ക്കും വിടുതലിനും ഇടയാക്കി തീർക്കും. കൊറോണയുടെ സമയത്ത് ഞങ്ങളെടുത്തൊരു തീരുമാനം, അത് ദൈവത്താൽ എടുത്ത, ദൈവം നമുക്ക് നൽകി ചോയ്സ് നൽകി. എന്നാൽ ദൈവം പറഞ്ഞു, എന്നെ പരീക്ഷിക്കരുത്. ദൈവം നമുക്ക് ചോയ്സ് നൽകുമ്പോഴും ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ തീരുമാനം ശരിയായി എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ചോയ്സ് തരികയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ റൂത്ത് യഹോവയുടെ നാമം ഉപയോഗിക്കുന്നു, എന്നാൽ ഓർപ്പ ആ നാമം എടുക്കുന്നില്ല. നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു, ദൈവത്തോട്, നഹോമിയോട് പറ്റി നിന്നെന്ന് പറയുന്ന റൂത്തിനെ കുറിച്ച് അവൾ ദൈവത്തോട് പറ്റി നിന്നെന്നാണ് നമുക്ക് അധികമായി നമുക്ക് അറിയാൻ ഇടയാകുന്നത്. കാരണം 91 സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവവചനത്തിലുണ്ട് യഹോവയോട് പറ്റിയിരിക്കുന്ന ദൈവത്തോടാണ്. അതുകൊണ്ടാണ് യഹോവയുടെ നാമം അവൾ എടുക്കുവാൻ തക്കവണ്ണം, യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ഈ തീരുമാനത്തിൽ നിന്നും ഞാൻ മാറിയാൽ, ശരിയായ തീരുമാനത്തിൽ നിന്നും ഞാൻ മാറിയാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. നാം തീരുമാനത്തിൽ, ശരിയായ തീരുമാനത്തിൽ ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ്, നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിനോട് നാം ചോദിച്ച്, സർവശക്തനായ സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവത്തോട് ചോദിച്ചുള്ള നമ്മുടെ ഓരോ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മെ യഥാർത്ഥമായിട്ടും അനുഗ്രഹത്തിലേക്കോ, ഒരു തീരുമാനം ദൈവത്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. രൂത്ത് ഒരു വിധവയാണ്, അതുപോലെ നവോമിയും വിധവയാണ്. അവർ കടന്നു പോകുന്ന ദേശം ബെത്ലഹേമിലേക്ക് കടന്നു പോകുമ്പോൾ വിധവമാരായിട്ടാണ് അവർ രണ്ടുപേരും കടന്നു പോകുന്നത്. ഒരു വലിയ ആനന്ദകരമായ ഒരു അവസ്ഥയിലല്ല അവർ കടന്നു പോകുന്നത്, വലിയൊരു സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ അവസ്ഥയിലല്ല അവർ കടന്നു പോകുന്നത്. എന്നാൽ അവർ തീരുമാനത്തിൽ അവർ ഉറച്ചിരുന്നു. അവർ എടുക്കുന്ന തീരുമാനം ശരിയായത് തന്നെ എന്നുള്ളത് തന്നെ. തന്നോടുകൂടി പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. നമുക്കിവിടെ 18-ാം അധ്യായത്തിൽ കാണുന്നത്, അവൾ തന്നോടുകൂടി പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നമ്മൾ ഉറപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും തികച്ചും ഉറയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിനും നമ്മിലൂടെ പലതും ചെയ്യുവാൻ സാധിക്കും. മോശ ഉറച്ചിരുന്നു തിരികെ പോകുവാൻ. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ മോശ ഉറച്ചു തിരികെ മടങ്ങിപ്പോകുവാനല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആ ചെങ്കടൽ കണ്ട് ഭയപ്പെടുവാനല്ല, മറിച്ച് ഉറച്ചിരുന്നു. എന്തിനാണ് ഉറച്ചത്? മുട്ടുന്മേൽ നിൽക്കുവാൻ തക്ക വേണം. ചെങ്കടലിൻ്റെ പ്രതികൂലം കണ്ടപ്പോൾ മുട്ടുന്മേൽ നിൽക്കുവാൻ മോശ ഉറച്ചു. അതുപോലെ തനിക്ക് ആരുമില്ല, അഹരോനോ അല്ലെങ്കിൽ തൻ്റെ മൂത്ത സഹോദരനായ അഹരോനില്ല, അതുപോലെ മിറിയം, തൻ്റെ സഹോദരിയായ മിറിയമില്ല. എല്ലാ ജനവും പിറുപിറുക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ചെങ്കടലിൻ്റെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ സഹോദരന്മാർ സപ്പോർട്ടിന് ആരുമില്ല. എന്നാൽ മോശ ഉറയ്ക്കുവാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ തിക്ത അനുഭവത്തിലൂടെ
40 വർഷക്കാലം ദൈവം അവനെ പരിശീലിപ്പിച്ച് കൊണ്ടുപോയ ആ മിദ്യാൻ്റെ ആ ദേശങ്ങൾ, ഒരു ആട്ടിടയനായി മിദ്യാനിൽ താമസിച്ച, അല്ലെങ്കിൽ വളരെ വളരെ നിന്ദിക്കപ്പെട്ട അവസ്ഥകൾ, ഒറ്റപ്പെട്ട അവസ്ഥകൾ, ജീവിതത്തിൻ്റെ പല പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ, അത് തന്നെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ദൈവവചനത്തെ കാണാൻ സാധിക്കും. നാം ഉറയ്ക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മിലൂടെ ചിലത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അബ്രഹാം എടുത്ത തീരുമാനം അത് ഉറച്ചതായിരുന്നു. തന്നോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശം. നാം എപ്പോഴും എന്താ പറയുക, ദൈവം ഓരോ സമയത്ത് നമ്മോട് പറയുന്ന ഓരോ തീരുമാനങ്ങളുണ്ട്. എപ്പോഴും ഓരോ അവസ്ഥയിൽ തന്നെ തുടരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഒരു ഡൗട്ടായിട്ടല്ല, ഒരു സംശയത്തിൻ്റെ വിത്തല്ല നമുക്ക് നൽകുന്നത്, മറിച്ച് വളരെ ക്ലിയർ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് എപ്പോഴും എന്താ പറയുക, ചോയ്സ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനം നമുക്കാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം നമ്മെ പക്വതയിലേക്ക്, നമ്മെ ഉറപ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം സ്വയമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ആ ശരിയായ തീരുമാനങ്ങൾ നമ്മെ ഒരിക്കലും നഷ്ടത്തിലേക്കല്ല, മറിച്ച് അഭിവൃദ്ധിയിലേക്ക്, അനേകരുടെ ലൈഫിൻ്റെ നാം എടുക്കുന്ന ഒരു തീരുമാനം. എൻ്റെ 12-ാം വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി രഹസ്യമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എടുത്തൊരു തീരുമാനം. ആ തീരുമാനം, അന്ന് ഞാൻ എടുത്ത തീരുമാനം രഹസ്യമായി, ആരും അറിയാതെ രഹസ്യമായി വെച്ച തീരുമാനം 16-ാം വയസ്സിൽ ഒരു മഹൽ ഭാഗ്യം എന്നതുപോലെ ജമ്മു കാശ്മീരിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ആ തീരുമാനത്തിൽ എനിക്ക് വീണ്ടും തിരിച്ച് നേഴ്സിംഗ് കോളേജിൽ കുടുംബത്തിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. എനിക്ക് നേഴ്സിംഗ് കോളേജിൽ കടന്നു പോകണം, കാരണം കുടുംബത്തിലുള്ള വലിയവരുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ ഞാൻ പോകുകയാണ്. എന്നാൽ അവിടെയും ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ എന്നാലാകും പോലെ എല്ലാ ദിവസവും വചനം പറയുവാൻ ആ നേഴ്സിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസിനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം 10ഓളം പേർ ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനജലത്തിലേക്ക് ഇറക്കുവാൻ തക്കവണ്ണം തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ദൈവം സഹായിച്ചു. എന്നാൽ അതിനുശേഷം ഞാൻ വീണ്ടും രഹസ്യമായി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ആ തീരുമാനം, കാരണം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വടക്കേന്ത്യയിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഭൂമിയുടെ അറുതിയോളം നിങ്ങൾ സാക്ഷികളാകുമെന്നുള്ള വചനം ആ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അങ്ങനെയെങ്കിൽ അങ്ങനെ സാക്ഷിയാകുവാൻ തക്കവണ്ണം ഞാൻ എടുത്ത തീരുമാനം, അതിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നാം എടുക്കുന്ന ഒരു തീരുമാനമാണ് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ കടന്നുപോയ ദേശം എന്ന് പറയുന്നത് മന്ത്രവാദികളുള്ള ദേശം, ഒരു സഭയില്ല, ആ ദേശത്തെങ്ങും ഒരു സഭയില്ലാത്തൊരു ദേശമാണ്. അവിടെ ആദ്യമായിട്ട് ഒരു വിവാഹത്തിന് ഞങ്ങളെ വിളിച്ചു. ആ വിവാഹത്തിൻ്റെ വിഷയത്തോടനുബന്ധിച്ചാണ് അവിടെ ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോഴാണ് അവിടെയുള്ളൊരു മന്ത്രവാദിയുമായി ആദ്യമായിട്ട് ദൈവവചനം പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നയിച്ചു കൊണ്ടുപോയി. ആ വ്യക്തിയോട് മറ്റുള്ളവരെല്ലാവരും ആ വിവാഹത്തിൻ്റെ തിരക്കിലായിരുന്ന സമയത്ത് ഞാൻ ഒരു സഹോദരി വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചു. ആ സഹോദരിയുമായി ആ ദേശത്തിൻ്റെ മന്ത്രവാദിയോട് സുവിശേഷം പറയുവാൻ, അങ്ങനെ ആ ദേശത്തൊരു പ്രവർത്തനം തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. നാം എടുക്കുന്ന ഒരു തീരുമാനം, നാം എവിടെ പോയാലും, ഒരുപക്ഷെ ഒരു വിവാഹത്തിനായിരിക്കാം, പക്ഷേ നമ്മുടെ അകത്തെപ്പോഴും ആ ദേശത്ത് അല്ലെങ്കിൽ അവിടെ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയുവാനുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ വിവാഹങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലപ്പോഴെല്ലാം യൗവനക്കാരെ ഞാനുമായി കണക്റ്റ് ചെയ്യിപ്പിച്ച് തകർന്നതായ അവസ്ഥകളിൽ പല തീരുമാനങ്ങളിൽ ഉറയ്ക്കാതെ, ശരിയായ തീരുമാനങ്ങളിൽ ഉറയ്ക്കാതെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന അനേകരെ ആ വിവാഹത്തിൻ്റെ സമയങ്ങളിലായിരിക്കാം അവരെ യഥാർത്ഥമായി മാറ്റി വിളിച്ച് അവരുമായി സംസാരിച്ച തീരുമാനം, നിങ്ങളെടുത്ത തീരുമാനം ശരിയല്ല, യഥാർത്ഥമായും ആ റൈറ്റായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരുവാൻ തക്കണം അവരെ ഗൈഡ് ചെയ്യുവാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് സമയത്തും എല്ലായ്പ്പോഴും നാം നമ്മുടെ ശരിയായ തീരുമാനത്തിലിരിക്കുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ 2 പേരും ബെത്ലഹേമിൽ നടന്നു. അവർ ബെത്ലഹേം എത്തിയാറെ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം
ഇളകി. ഇവർ തീരുമാനത്തിൽ ഉറച്ചു. 2 പേർ തീരുമാനത്തിൽ ഉറച്ചവരായിരുന്നു. അവരുടെ തീരുമാനം ഒട്ടും വ്യത്യസ്തപ്പെട്ട തീരുമാനമല്ലായിരുന്നു, മറിച്ച് ഉറച്ച തീരുമാനമായിരുന്നു. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അത് ഉറപ്പുള്ളതെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. കാരണം നവോമി വന്നപ്പോൾ ആ ദേശം ഇളകുവാൻ തക്കവണ്ണം, അവർ സന്തോഷിക്കുവാൻ തക്കവണ്ണം, അവർ ആനന്ദിക്കുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. നവോമി അത്രമല്ല, അവളുടെ കൂടെ മോവാബി സ്ത്രീയായ റൂത്തുമുണ്ട്. ആ റൂത്തിനെയും കണ്ടപ്പോൾ ജനം ഇളകി എന്ന് കാണുവാൻ സാധിക്കുന്നു. അവരവളെ വിളിക്കുന്നൊരു പേരുണ്ട് നവോമി. പക്ഷേ നവോമി പറയുകയാണ്, നവോമി എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്, സ്വീറ്റ്നെസ്. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നവോമി പറയാണ്, എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, മാറ അല്ലെങ്കിൽ കയ്പെന്ന് വിളിക്കുവാൻ, കാരണം യഹോവ എനിക്ക് കയ്പായത് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു വാക്യത്തിലേക്ക് ഉറപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 21 അധ്യായത്തിൻ്റെ 14 വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 14 വാക്യം, അവനെ സമ്മതിപ്പിച്ച് കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ 13 വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 13 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞു എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പൗലോസിൻ്റെ തീരുമാനം യെരൂശലേമിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണമുള്ള പൗലോസ് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഏതുമായി തീരുവാൻ തക്കവണ്ണം ഉറച്ചുകൊണ്ട് തൻ്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാൻ നമുക്കറിയാം, ചുറ്റും വളരെയധികം സ്നേഹിക്കുന്ന അനേകരുടെ ആ കരച്ചിലുണ്ട്. ഒരു പക്ഷേ നമ്മുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ തക്കവണ്ണം പലവിധമായ അവസ്ഥകൾ നമുക്ക് കടന്നു വരാം. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ കണ്ണുനീരായിരിക്കാം നമ്മുടെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ തീരുമാനം, ശരിയായ തീരുമാനത്തെ ആ തീരുമാനത്തെ നാം ഒരിക്കലും വ്യതിചലിക്കുവാൻ പാടില്ല. ശരിയായ തീരുമാനം നാം എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു വിടുതലിന്. കാരണം പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസിൻ്റെ മരണം നമുക്കറിയാം. ഒരുപക്ഷെ ആ മരണത്തെ പേടിച്ചാണ് മറ്റുള്ളവരും കരയുന്നത്. കാരണം അവൻ പോയാലും തിരിച്ചു വരികയില്ല. അതിന് പൗലോസ്, നിങ്ങൾ കരൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? പൗലോസിൻ്റെ ഹൃദയം തകരുന്നുണ്ട്. ആ തീരുമാനം, താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണ് എങ്കിൽ പോലും താൻ തകരുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ച് കൂടായികയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, അവൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു, വളരെ ദൃഢമായ തീരുമാനമായതുകൊണ്ട് അവനെ സമ്മതിപ്പിച്ച് കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടാതിരുന്നു. നമ്മുടെ തീരുമാനം ഉറച്ചതെങ്കിൽ നമുക്കറിയാം, നമ്മുടെ തീരുമാനത്തെ ആർക്കും മാറ്റുവാൻ സാധ്യമല്ല. അത് ഉറച്ച തീരുമാനം ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സ്വയമായി മാറുവാൻ തക്കവണ്ണം പതുക്കെ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് എഫെസ്യ ലേഖനം 6 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എഫെസ്യർ നമുക്ക് സർവായുധ വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ഒരു അധ്യായമാണല്ലോ. അതിൻ്റെ 6 അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തീരുമാനങ്ങളിൽ നാം ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സർവായുധവർഗം ധരിച്ചുകൊണ്ട്. കാരണം നമുക്ക് പലതരത്തിലുള്ള തീയമ്പുകൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും തീയമ്പുകൾ 4 ചുറ്റും വലിയ ശക്തമായ തീയമ്പുകളാണ്. എന്നാൽ ആ തീയമ്പുകൾ നമ്മെ തൊടാതെ വണ്ണം ദൈവികമായ പ്രൊട്ടക്ഷൻ ദൈവജനത്തിനുണ്ട്. തീയമ്പുകൾ 4 ചുറ്റും വളരെ ശക്തിയോടെ വരികയാണ്. ഇതിൻ്റെ 10 വാക്യത്തിലേക്ക് 6:10 നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. നമുക്ക് ശക്തിപ്പെടുവാൻ ഒടുവിൽ നവോമിയാണെങ്കിലും ശക്തിപ്പെട്ടത് ഒടുവിൽ കർത്താവിലും. നവോമി ശക്തിപ്പെട്ടു. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രതികൂലം, തൻ്റെ ആദ്യത്തെ ക്ഷാമം, നവോമിയുടെ ജീവിതത്തിൻ്റെ ക്ഷാമം, എലീമേലേക്കിൻ്റെ കുടുംബത്തിൻ്റെ ക്ഷാമം ആഹാരത്തിൻ്റെതായിരുന്നു. പക്ഷേ നവോമിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ക്ഷാമം, തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായി ലോകം വിട്ടുപോയി. യഥാർത്ഥമായി നവോമിയുടെ ജീവിതത്തിൻ്റെ ക്ഷാമം അന്നാണ് തുടങ്ങുന്നത്. അതുപോലെ റൂത്തിൻ്റെ
രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്ഷാമം, തൻ്റെ ജീവിത സഖിയുടെ മരണം, രൂത്തിൻ്റെ ജീവിതത്തിൽ ആ ക്ഷാമം. എന്നാൽ ഈ രണ്ടു പേരും ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്താ പറഞ്ഞാൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ദൈവത്തിൽ ശക്തിപ്പെട്ടു. അതാണ് അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചത്. പ്രതികൂലം ആഞ്ഞടിക്കും. കാരണം ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഭവനം പണിതു, അതുപോലെ ബുദ്ധിയില്ലാത്തവനും ഭവനം പണിതു. ബുദ്ധിയുള്ളവൻ ദൈവവചനത്തിൽ, നമുക്കറിയാം വ്യക്തമായിട്ട് ദൈവവചനം എന്താണ് പറയുന്നത് അതനുസരിച്ച് അതുപോലെ ജീവിപ്പാൻ, ദൈവശബ്ദത്തിന് കാതോർത്ത് ദൈവം എന്താണ് പറയുന്നത് അതുപോലെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ തീരുമാനം ബുദ്ധി ഹീനനായവൻ്റെ ആ തീരുമാനത്തിലെടുത്ത പണിത വീട് തകർന്നു പോയപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ തീരുമാനം തകർന്നു പോയി. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ബുദ്ധിയുള്ള മനുഷ്യനെടുത്ത തീരുമാനത്തിൽ പണിത വീട് അല്ലെങ്കിൽ അവൻ്റെ തീരുമാനം ഉറപ്പുള്ളതായി തീരുമാനം തക്കവണ്ണം ഇടയിൽ തീർന്നു. അവൻ്റെ തീരുമാനത്തിൽ അവൻ പണിതെടുത്ത കാര്യങ്ങൾ അത് ഉറച്ചതായിരുന്നു. നമ്മൾ പണിയുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പലതരത്തിലുള്ള പണികളുണ്ട്. വൈക്കോലിൻ്റെ പണി, അതുപോലെ പുല്ലിൻ്റെ പണി, അതുപോലെ മരത്തിൻ്റെ പണി, അതുപോലെ സ്വർണത്തിൻ്റെ, അതുപോലെ വെള്ളിയുടെ പണി. അവസാന നാളിൽ ദൈവം നമ്മെ വിളിക്കുന്ന നാളിൽ നമുക്കറിയാം നാം നടത്തുന്ന പണികൾ, നാം തീരുമാനമെടുത്ത് ചെയ്ത പണികൾ അത് ആ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ പണി വെന്തു പോകുമോ, അതോ ആ പണി സ്വർണം തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ശുദ്ധമായി വരുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളി തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് അധികം ശുദ്ധമായി അധികം ശോഭയുള്ളതായി അല്ലെങ്കിൽ അധികം തിളങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ നാം ചെയ്യുന്നതായ കാര്യങ്ങൾ. കാരണം ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുന്ന ഒരു നാളുണ്ട്. നമ്മോടുകൂടി നമ്മുടെ പ്രവൃത്തികൾ, സിംഹാസനത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുവാൻ ഇടയെത്തീരും. ഇവിടെ ജീവിതത്തിൻ്റെ ക്ഷാമം നവോമിയുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ നവോമി എടുത്ത തീരുമാനം, രൂത്ത് എടുത്ത തീരുമാനം അത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ടുള്ള അവരുടെ തീരുമാനങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ അവൻ്റെ ബലത്തിൽ അവൻ്റെ ഹിതം ചെയ്തുകൊണ്ട് ദൈവഹിതത്തിൽ ബലപ്പെട്ടുകൊണ്ട് നാം ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം പതറിപ്പോകുവാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, വളരെ കഠിനമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ തീരുമാനത്തെ നാം ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരം നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമുക്ക് മാത്രമല്ല, ഇവിടെ റൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മുടെ തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയിൽ തീരും. രൂത്ത് എടുത്ത തീരുമാനം അത് ഒരിക്കലും, അല്ലെങ്കിൽ നവോമി എടുത്ത തീരുമാനം ഒരു തലമുറകളിലേക്ക് ആ തീരുമാനത്തിൽ ഒരു അനുഗ്രഹമാണ് ആ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഇടയിൽ തീർന്നത്. വലിയൊരു ദൈവിക വിടുതൽ ആ കുടുംബത്തിൽ കയറുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. നമുക്കിവിടെ പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് 1 പത്രോസ് 4-ാം അധ്യായത്തിൽ 1 പത്രോസിൻ്റെ അധ്യായം അവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഈ രൂത്തിൻ്റെ അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാം. രൂത്തിൻ്റെ അധ്യായത്തിലേക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓക്കെ, ഇതിൻ്റെ 7-ാം വാക്യത്തിൽ അങ്ങനെ അവർ മരുമക്കളോടുകൂടെ പാർത്തിന സ്ഥലം വിട്ടു. 7-ാം വാക്യം നാം വായിച്ചു കഴിഞ്ഞല്ലോ. അവർ ചുംബിച്ച് അവർ ഉച്ചത്തിൽ കരഞ്ഞ് വേർപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ അതിൻ്റെ മുന്നോട്ടുള്ള വാക്യമാണ്. അപ്പോൾ അവൾ നിന്റെ സഹോദരി തൻ്റെ ദേവന്മാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയല്ലോ, നീയും അങ്ങനെ മടങ്ങിപ്പോക എന്നുള്ള ഒരു ശബ്ദം നവോമി പറയുകയാണ്. ആ പറയുന്നിടത്താണ് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടി പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്ന മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. അങ്ങനെ അവിടം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. ബെത്ലഹേം വരെ അവർ ഇരുവരും ഒരുമിച്ച് നടക്കുന്നൊരു കാഴ്ച. രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ആ ബെത്ലഹേമിൻ്റെ അകത്തും
തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം നവോമിക്കും അതുപോലെ രൂത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്. ശരിയായ സ്ഥലത്ത് അവരെത്തി, എന്നാൽ ആ ശരിയായ സ്ഥലത്തും തെറ്റായ തീരുമാനം എടുക്കാമായിരുന്നു. റൂത്തിന് തെറ്റായ തീരുമാനം എടുക്കാമായിരുന്നു. ഒരു പക്ഷേ നവോമിക്കും ആ സ്ഥാനത്ത് റൂത്തിന് വേണ്ടി തെറ്റായ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, അവർ അവിടം വരെ, ബെത്ലഹം വരെ നടന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം വരെ ദൈവം നമ്മെ ആ ശരിയായ സ്ഥലത്ത് കൊണ്ടുവന്നാൽ അവിടെയും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തീരുമാനമെടുക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ദൈവമാണ്. ആ ശരിയായ സ്ഥാനത്ത് എത്തിച്ചേർന്നു. അവർ എവിടം വിട്ടുപോയി, അല്ലെങ്കിൽ നവോമി എവിടം വിട്ടുപോയി, നവോമി ഇപ്പോൾ ശരിയായ സ്ഥലത്ത് എത്തി. അതുപോലെ രൂത്തിൻ്റെ ജീവിതത്തിൽ താൻ ശപിക്കപ്പെട്ട സ്ഥലത്തു നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവം സന്ദർശിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ ഓർക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടത്തിലേക്ക് താൻ കടന്നു വന്നു. എന്നാൽ ദൈവജനത്തിൻ്റെ കൂട്ടത്തിൻ്റെ അകത്ത് കടന്നു വന്നു, അതിൻ്റെ അകത്തും ചില തീരുമാനങ്ങൾ എടുക്കുവാനുണ്ട് ജീവിതത്തിൽ. ആ തീരുമാനം നാം തെറ്റായ തീരുമാനം എടുക്കുന്നുവെങ്കിൽ, കാരണം രൂത്തിൻ്റെ മുൻപിൽ നമുക്ക് മുന്നോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, രൂത്തിൻ്റെ മുൻപിൽ പല തീരുമാനം എടുക്കാമായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുവാൻ തക്കവണ്ണം സ്വയമായ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ റൂത്ത് എടുത്ത തീരുമാനങ്ങൾ നവോമിയോട് ചോദിച്ച്, അല്ലെങ്കിൽ അവർ യഹോവയെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ യഹോവ എനിക്ക് അധികമായി ചെയ്യട്ടെ എന്നെല്ലാം രൂത്ത് പറയുമ്പോൾ, രൂത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്യജാതിക്കാരിയായിരുന്നുവെങ്കിലും ആ ദൈവജനത്തോട് ചേരുവാൻ തക്കവണ്ണം ആ നവോമിയോട് കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ആ കുടുംബത്തോട്, എലിമേലെക്കിൻ്റെ കുടുംബമായി ചേർന്നിരുന്നപ്പോൾ അവൾ ആ കുടുംബത്തോട് ചേരുന്നതിനധികം ദൈവത്തോട് ചേരുവാൻ തക്കവണ്ണം, ആ ദൈവജനത്തോട് ചേരുന്നതിനധികം ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം അവൾ ഇടയെ തീർന്നു. ആ ബെത്ലഹേമിലേക്ക് അവിടം വരെ നടന്നു. അതിനുശേഷം അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവളുടെ മൂലം അവരുടെ നിമിത്തം ഇളകി. കാരണം നവോമി കടന്നുപോയത് നിറഞ്ഞവളായിട്ടായിരുന്നു. തൻ്റെ ഭർത്താവും അതുപോലെ കില്യോനും മെഹ്ലോനുമായി താൻ കടന്നുപോയി. എന്നാൽ ഇവിടെ കാണുന്നത് വ്യത്യസ്തമായി ഒരു മോവാബി സ്ത്രീയുമായി നവോമി തനിയെ മടങ്ങി വരുന്നു. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. നവോമിയോ എന്ന് പറയുന്നത് എന്താ? നവോമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മധുരമുള്ളവൾ. അപ്പോൾ അവർ നോക്കുമ്പോൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അങ്ങനെയെങ്കിൽ നവോമി എല്ലാവർക്കും മധുരം പകരുന്ന, അല്ലെങ്കിൽ സന്തോഷം പകരുന്ന ഒരു സ്ത്രീ എന്ന വ്യത്യസ്തയായിട്ടാണ് അവരെ കാണുന്നത്. വളരെയധികം കയ്പിൻ്റെ അവസ്ഥയിലൂടെ ഭവനത്തിൽ നടന്ന 3 മരണം, വളരെ കയ്പിൻ്റെ നവോമിയോ അവരെ അത്ഭുതപ്പെടുവാൻ ഇടയെത്തുന്നു. കാരണം നവോമിയെപ്പോലെ അല്ല നവോമി കടന്നു വരുന്നത്. ഒരു വ്യത്യസ്തയായിട്ടാണ്. മുൻപ് തൻ്റെ തീരുമാനം, മുൻപ് മറ്റു വ്യക്തികളുടെ തീരുമാനത്തിലാണ് നവോമി നടന്നുകൊണ്ടിരുന്നത്. എലിമേലെക്കിൻ്റെ തീരുമാനത്തിൽ തൻ്റെ പുറകാലെ നടക്കുന്നൊരവസ്ഥ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, വ്യത്യസ്തയായിത്തീരുന്ന ഒരു നവോമി തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തയായി. കാരണം തനിക്ക് ആശ്രയിക്കുവാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല, തനിക്ക് ആശ്രയമായിരിക്കുന്ന സർവശക്തനായ ദൈവമെന്ന്, നമ്മുടെ കൂട്ടത്തെ എല്ലാവരും ഉള്ള സമയത്തും നമുക്ക് ആശ്രയമായിരിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നവോമിയുടെ ജീവിതത്തിൽ ദൈവം എന്താ പറയുക, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം നവോമിയുടെ ജീവിതത്തിൽ ഒരവസരം കൊടുക്കുകയാണ്. ഇവൾ നവോമി എന്ന സ്ത്രീധനം ചോദിച്ചു. അവൾ അവരോട് അവരെ കണ്ടപ്പോൾ റൂത്തിനെയും നവോമിയും കണ്ടു. പക്ഷേ നവോമി പറയുന്നു, അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല. നവോമി പറഞ്ഞാൽ സ്വീറ്റ്നെസ്, അല്ലെങ്കിൽ ആ മധുരമുള്ളവൾ എന്നല്ല, മാറാൻ എന്ന് എന്നെ വിളിപ്പിൻ, കയ്പുള്ളവൾ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കയ്പായുള്ള വിഷയം പ്രവർത്തിച്ചപ്പോഴാണ് നവോമിയുടെ ജീവിതത്തിലായി ശരിയായ തീരുമാനത്തിലേക്ക് താൻ വരുവാൻ തക്കവണ്ണം ഇടയെ തീർന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ വലിയ കയ്പ് എൻ്റെ ജീവിതത്തിൽ വന്നത്? ആ കയ്പ് നമ്മുടെ ജീവിതത്തിൽ, നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പ് നമ്മുടെ ശരിയായ തീരുമാനങ്ങളിലേക്ക് നമ്മെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ഇടയെ തീരും. ഒരിക്കലും നമ്മുടെ തീരുമാനത്തെ തകർക്കുവാനല്ല, ഒരിക്കലും നമ്മുടെ ആ പരിതസ്ഥിതിയെ തകർക്കുവാനല്ല, നാം
ആയിരിക്കുന്ന അവസ്ഥയെ തകർക്കുവാനല്ല, മറിച്ച് ആ അവസ്ഥയിൽ ദൈവം നമുക്ക് തീരുമാനമെടുക്കുവാൻ നാം ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു ആ വള്ളത്തിൽ തൻ്റെ ശിഷ്യന്മാരുമായി കടന്നുപോയപ്പോൾ യേശു ആ വള്ളത്തിൽ കിടന്നു ഉറങ്ങുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ ശിഷ്യന്മാരവിടെയുണ്ട്. ആ വള്ളത്തിൽ വലിയ തിരമാലകളും കാറ്റും വലിയ കോളുമെല്ലാം ആഞ്ഞടിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ആ ശിഷ്യന്മാർക്ക്, യേശു കിടന്നുറങ്ങിയത് എന്തിനാണ്? യേശു മനഃപൂർവ്വമായി കിടന്നുറങ്ങിയത് നമുക്ക് ആ ഭാഗങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. കാരണം യേശു കിടന്നുറങ്ങിയത് അവരുടെ തീരുമാനത്തിൽ അവരെന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് യേശുവിനെ അറിയുവാനാണ്. സർവശക്തനായ ദൈവത്തിന് അറിയണം എന്ത് തീരുമാനമാണ് ഈ എൻ്റെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ ശിഷ്യരായിരിക്കുന്ന, യേശുവിനോട് കൂടെ ജീവിക്കുന്ന, യേശുവിനോട് കൂടെ നടക്കുന്ന, യേശുവിനോട് കൂടെ താമസിക്കുന്ന, യേശുവിനോട് കൂടെ ഭക്ഷിക്കുന്ന അവരെ എടുക്കുന്ന തീരുമാനം എന്താണ്. പക്ഷെ അവരുടെ തീരുമാനത്തിൽ അവർ വിശ്വാസം ഉറയ്ക്കാത്തത് കൊണ്ട് അവരുടെ തീരുമാനത്തിൽ അവർക്ക് ഉറയ്ക്കുവാൻ സാധിച്ചില്ല. വിശ്വാസത്തിൽ ഉറച്ചാലാണ് നമ്മുടെ തീരുമാനം ശരിയായി വരുന്നത്. അതുകൊണ്ടാണ് ഈ സർവായുധ വർഗം എടുക്കുമ്പോൾ പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം. കാരണം പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ പിശാച് പലതരത്തിൽ നമ്മോട് പോരിടുവാൻ, നമ്മുടെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയെത്തിരും. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു യേശു തൻ്റെ ശിഷ്യന്മാരെ, കാരണം ഗുരുവിനെ പോലെ ആകുക എന്നുള്ളതാണല്ലോ ശിഷ്യന്മാരുടെ ദൗത്യം. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ, യേശു ദൈവത്തിൻ്റെ ആ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം അവരെ അവിശ്വാസത്തെ ശാസിക്കുവാൻ ഇടയെ തീർന്നു. കാറ്റിനെ കോളിനെ ശമിപ്പിച്ചു. പക്ഷേ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ തീരുമാനത്തിൽ വീണ്ടും യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം യേശു മരണത്തിന് മുമ്പ് അവരോട് കാത്തിരിക്കുവാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്നാൽ യേശു മരിച്ച ശേഷം അവരുടെ ജീവിതത്തിൽ എന്താ പറയുക, തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷവും ഈ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ കഴിയാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അവരുടെ ജീവിതത്തിൽ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ ഇടയെ തീർന്നത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ആ മാളിക മുറിയുടെ അകത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നാം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ നിറവിലേക്ക് വന്ന ശേഷം 2-ാം അധ്യായത്തിൽ ആ 11 ശിഷ്യന്മാരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ ദൈവവചനം ഉറപ്പോടെ പറയുന്ന അവസ്ഥയിലേക്ക്. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നു. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവത്തോട് ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ നിലവിളിച്ചു. ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം, അതുപോലെ പ്രസംഗിക്കുവാനൊക്കെ ദൈവമേ കൃപ തരണമെന്ന് ദൈവത്തോട് കരഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തിൽ ഉറപ്പിക്കുവാൻ അവർ നിലവിളിക്കുകയാണ്. നിലവിളിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിശക്തമായി ദൈവവചനം ധൈര്യത്തോടെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ബന്ധിച്ചിരുന്ന സ്ഥാനത്ത് അവരെ ബന്ധനങ്ങളെ അഴിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവരെ നിന്ദിച്ച സ്ഥാനത്ത് അവരെ നിന്ദകളെ മാറ്റുവാൻ തക്കവണ്ണം അവർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരു തീരുമാനം ഉറപ്പിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ തീരുമാനത്തിൽ ഉറയ്ക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്കുണ്ട്. ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മോടുകൂടെയുണ്ട്. അങ്ങനെയാണ് നാം ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കയ്പായുള്ളത് പ്രവർത്തിച്ചു. നവോമിയുടെ ജീവിതത്തിൽ കയ്പായുള്ള കാര്യങ്ങൾ കടന്നു വന്ന, എന്നാൽ കയ്പിൻ്റെ അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കയ്പിൻ്റെ അവസ്ഥകൾ നമ്മെ തകർക്കുവാനല്ല. കാരണം 1 പത്രോസിൻ്റെ അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം ഒരു ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നമ്മൾ ലജ്ജിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടതകൾ, പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നാം ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നുവെങ്കിൽ നാം ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പും ധൈര്യത്തോടും കൂടെ ഇരിക്കുകയാണ്. ഇവിടെ നാം പറയും നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ. ഇവിടെ പറയുന്നു സർവശക്തൻ എനിക്കെതിരായി സാക്ഷീകരിച്ചു, അതുപോലെ എന്നെ ദുഃഖിപ്പിക്കുകയും പല ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്
ദൈവം എനിക്ക് വിരോധമായി നിൽക്കുന്നു. പക്ഷേ ഈ സ്ഥിതി എന്തുകൊണ്ടാണ് വന്നത്? കാരണം ആ സ്ഥിതി വന്നത് യഥാർത്ഥമായിട്ടുള്ള തീരുമാനം, ശരിയായ തീരുമാനത്തിൽ വരുവാൻ വേണ്ടിയാണ് ഈ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും തിന്മ പ്രവർത്തിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും തിന്മയ്ക്കായിട്ടില്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ. അതുകൊണ്ടാണല്ലോ റോമലേഖനം 8:28 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുപോലെ ഇയ്യോബ് പറയുന്നൊരു വാക്യമുണ്ട്, ദൈവത്തിന് സകലതും കഴിയുമെന്നും. ഇയ്യോബ് 42:2 പറയുന്നു, ദൈവത്തിന് സകലതും കഴിയുമെന്നും അവൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ല എന്നും ഞാൻ അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ തിക്ത അനുഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള ചോദ്യമല്ല, മറിച്ച് അതിൻ്റെ മധ്യത്തിൽ വീണ്ടും വ്യത്യസ്തമായൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം, വ്യത്യസ്തമായൊരു തലത്തിലേക്ക്, വ്യത്യസ്തമായൊരു അവസ്ഥയിലേക്ക് പരിശുദ്ധ നമ്മെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബെത്ലഹേമിലെത്തി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. ഒരു ശപിക്കപ്പെട്ട ദേശത്തുള്ള, ശാപഗ്രസ്തമായ അവസ്ഥയിലുള്ള തലമുറയുള്ള റൂത്തുമായി അശാപഗ്രസ്തമായ ദേശത്ത് നിന്ന് ഒരു മടങ്ങി വരവ്. നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മടങ്ങി വരവിന് കാരണമായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ യഥാർത്ഥമായിട്ടും ഏത് തരത്തിലുള്ള ഒരു മടങ്ങി വരവാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നാം എടുത്ത തീരുമാനത്തിലേക്ക് നമ്മൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം എടുത്ത തീരുമാനങ്ങൾ അത് ശരിയായ തീരുമാനമാണെങ്കിൽ അത് ഒരു ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരും. നാം എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ തിക്ത അനുഭവങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പായ അവസ്ഥകളിലൂടെ നമ്മെ കൊണ്ടുപോയി ശരിയായ തീരുമാനത്തിലേക്ക് ദൈവം നമ്മെ കരം പിടിച്ചു കൊണ്ടുപോകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ കയ്പിൻ്റെ അവസ്ഥകൾ, വേദനയുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. രൂത്തെടുത്ത ശരിയായ തീരുമാനങ്ങളെ ശരിയായ വയലിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഒരിക്കലും നവോമിയല്ല ബോവസിൻ്റെ വയലിലേക്ക് റൂത്തിനെ പറഞ്ഞു വിട്ടത്. പക്ഷേ ആ ബോവസിൻ്റെ വയലിൽ എത്തപ്പെട്ട ശേഷം തിരികെ അന്ന് വൈകിട്ട് വരുമ്പോൾ നവോമിയോട് രൂത്ത് പറയുകയാണ്, ഇന്ന വയലിലാണ് ഞാൻ പോയതെന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ കുടുംബക്കാരൻ, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടപ്പെട്ട വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ബോവസ് എന്നുള്ള കാര്യം പറയും. നാം ശരിയായ തീരുമാനത്തിൽ നാം ഓരോ സ്റ്റെപ്പും ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ തീരുമാനം തെറ്റാതെ വണ്ണം നമ്മെ ശരിയായ വയലിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമുണ്ട്. നമ്മെ ശരിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ദൈവം, ശരിയായ തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്ന ദൈവമുണ്ട്, ശരിയായ ഇടങ്ങളിലേക്ക്. ഇവിടെയാണെങ്കിലും ഈ പാകിസ്ഥാൻ ബോർഡറിൽ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അനേക ഇടങ്ങളിൽ, അനേക ചേരികളിൽ ഇന്നും ജനം തിങ്ങി നിറഞ്ഞു, ഒത്തിരി ഭിക്ഷ യാചിക്കുന്നവർ. ഇന്നലെ വൈകിട്ടാണെങ്കിലും ഞാൻ ചേരി പ്രദേശത്ത് രാവിലെ ആരാധന കഴിഞ്ഞ് വൈകിട്ട് ചേരി പ്രദേശങ്ങളിൽ പല ചേരികളിലായി കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ചേരികളിലെല്ലാം സന്തോഷത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരായി എത്രയധികമായിട്ടാണ് അവർ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് ജനം കൂട്ടമായ ഞാൻ ചേരിയിൽ കടന്നു പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്ഥലം പോരല്ലോ, നമുക്ക് ആരാധനയ്ക്കിരിക്കാൻ സ്ഥലം പോരല്ലോ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കാരണം ജനം തിങ്ങി നിറഞ്ഞു വരുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരെ ജനത്തെ ദൈവം വിടുവിക്കുന്നു. ദൈവസ്നേഹം അവർ ഓരോ നിമിഷവും രുചിച്ചറിയുന്നു. വലിയ മാറ്റങ്ങൾ, അവരുടെ ലൈഫിൻ്റെ റിയൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൻ്റെ, അവരെടുക്കുന്ന തീരുമാനം ശരിയായ തീരുമാനമായതുകൊണ്ട്, യേശുവിനോട് കൂടെ ചേർന്ന് നടക്കുവാൻ അവരെടുക്കുന്ന തീരുമാനം അത് ശരിയായതുകൊണ്ട്, ഒരു പക്ഷേ
പക്ഷേ എൻ്റെ 12-ാം വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തക്കവണ്ണം എനിക്കൊന്നറിയാം. ഒരു പക്ഷേ അന്ന് ഞാൻ തീരുമാനത്തിൽ തെറ്റിപ്പോയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദേശങ്ങളിലെല്ലാം 37 വർഷത്തിൽ കൂടുതലായി നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, പലയിടങ്ങളിൽ ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം, ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നുപോയി സുവിശേഷീകരിക്കുവാൻ തക്കവണ്ണം, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം അതിന് ഇടയായത് ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ തെറ്റിപ്പോയിരുന്നുവെങ്കിൽ ഇന്ന് അനേകർ ക്രിസ്തുവിനെ അറിയാതെ, ഒരുപക്ഷെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ ദൈവത്തിന് ആക്കി വെക്കാമായിരുന്നു. പക്ഷേ നമ്മെ ഏൽപ്പിച്ച താലന്ത് നാം വിനിയോഗിക്കാതിരുന്നാൽ നമുക്കൊരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം ഓരോരുത്തർക്കും നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ദിനമുണ്ട്. അതുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനങ്ങളെ നാം ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം, നാം എടുക്കുന്ന തീരുമാനം ശരിയായി തന്നെ തീരുമാനമെടുക്കുവാൻ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളായിരിക്കാം, വേദനയായിരിക്കാം. എൻ്റെ അവസ്ഥയാണെങ്കിലും 90% കാഴ്ചശക്തി എനിക്കില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനെന്ന് എനിക്ക് എപ്പോഴും പറയുവാൻ, അത് എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാനൊരു മുഖാന്തരമായി തീരുവാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെറും ജോലി ചെയ്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ പലതും അങ്ങനെയായിരുന്നു. പക്ഷേ അതല്ല, ഏത് സാഹചര്യത്തിന് മധ്യത്തിലും ഉറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പിൻ്റെ അവസ്ഥകൾ, വേദനയുടെ അവസ്ഥകൾ, അതൊരിക്കലും നമ്മെ തകർക്കുവാനല്ല, മറിച്ച് നമ്മെ കെട്ടിപ്പണിയുവാൻ, അനേകരെ കെട്ടിപ്പണിയുവാൻ തക്കവണ്ണം, അനേകർക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരുന്നു. റീബന ഹത്തനാരകതകല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ നമുക്കറിയാം, ആ ബുക്കിൻ്റെ അവസാന ഭാഗത്തിലെത്തുമ്പോൾ ഈ രൂത്തിൻ്റെ കുടുംബത്തിലൂടെ നവോമിയുടെ മടിയിലേക്ക് പിറന്നു വീഴുന്ന ഓബേദിലൂടെ ഇശായി, അതുപോലെ ഇശായിയുടെ കുടുംബത്തിലെ ദാവീദ്, അതുപോലെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനനം നമുക്കെല്ലാം വ്യക്തമായി അറിയാം. ലോകം മുഴുവനും അനുഗ്രഹമായ ഒരു അന്യജാതിക്കാരി, അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ദേശത്തുനിന്ന് ശാപഗ്രസ്തയായി കടന്നു വന്ന ആ രൂത്തിലൂടെ, അവളെടുത്ത റൈറ്റ് തീരുമാനത്തിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയ പ്രവൃത്തി ഇന്നും നാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ആ കുടുംബത്തിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ലോകത്തിൻ്റെ രക്ഷകനായി യേശു പിറക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമായി, തൻ്റെ തീരുമാനത്തിലൂടെ താനൊരു മാനപാത്രമായി തീരുവാനിടയെ തീർന്നു. റിബഹത്തനാരക. നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ചതായിരിക്കട്ടെ, ദൈവഹിതപ്രകാരമായിരിക്കട്ടെ. ദൈവസന്നിധി നാം എടുക്കുന്നത്, ഓരോ സ്റ്റെപ്പും നാം എടുക്കുന്നത് നമുക്കൊരിക്കലും പരിതപിക്കുവാനില്ല, ദൈവത്തോടൊന്നും ചോദിക്കുവാനില്ല, മറിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചിരിക്കാം. ദൈവസന്നിധിയിൽ, ദൈവകരങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളെ കൊടുക്കുക. നിൻ്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകുമെന്നുള്ള ദൈവവചന പ്രകാരം ദൈവകരത്തിൽ നമ്മുടെ കരങ്ങളെ ഏൽപ്പിക്കാം. അതുപോലെ ദൈവവചനം പറയുന്നു, ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. ദൈവവചനം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നാൽ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ തന്നെ രസിച്ചുകൊണ്ട്, ദൈവത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ദൈവമുഖം തന്നെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. റീബ സത്തുറാനക രഗതകല അരബന രഗതകല संदुराने गरेगदगला पवित्र 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 परमेश्वर यीशु मसीह जी, आपके पवित्र चरणों में आने के लिए परमेश्वर हमारे जिंदगियों में अपने आशीष दिए प्रभु जी। परमेश्वर धन्यवाद देते परमेश्वर, हालेलुया। डालस प्रेयर लाइन के लिए प्रभु जी, अपर रूम के लिए परमेश्वर, रब सत्तुराने गरेगदगला परमेश्वर के पवित्र हाथों में परमेश्वर हमारे जिंदगियों का समर्पण करते प्रभु जी। आपके पवित्र उपस्थिति में बैठने के लिए परमेश्वर ने हमारी जिंदगियों में आशीष दिया। आपके प्यारे लोगों के लिए परमेश्वर प्रार्थना करते परमेश्वर, पास्टर जोसेफ के लिए और परमेश्वर और भक्त लोगों के लिए परमेश्वर, परमेश्वर के दासी दासों के लिए प्रभु जी, बच्चे लोगों के लिए परमेश्वर, हर एक को यीशु के हाथ में समर्पण करते प्रभु जी। हम हमारे जिंदगियों के फैसलाओं में परमेश्वर अटल रहने के लिए परमेश्वर, बिना हिलने वाला परमेश्वर, हालेलुया, ओ फैसलाओं में सर्वशक्तियान के सामने परमेश्वर क्या कुछ हम परमेश्वर फैसला लेते हैं, वो सही फैसला होकर आगे बढ़ने के लिए शैतान के परमेश्वर ताकत अंधकार की शक्तियों को खत्म करने वाला ओ रिबान हत्तना रहेगा परमेश्वर के हाल आत्मीय हथियारों को पहनकर परमेश्वर शैतान से लड़ने के लिए, परमेश्वर शैतान के ताकत से लड़ने के लिए, गलत फैसला नहीं परंतु सही फैसलाओं में आगे बढ़ने के लिए हम हर एक को आशीष, ताकि परमेश्वर पूरी दुनिया को जीतने वाला परमेश्वर, बहुत सारे लोगों को बचाने के लिए परमेश्वर, ये अंतिम समय पर परमेश्वर, हालेलुया, पूरी दुनिया की जागृति के लिए परमेश्वर हम हर एक को परमेश्वर उपयोगित करने के लिए प्रार्थना करते रीबा हत्तना रहेगा प्रभु जी। हालेलुया, आज परमेश्वर हालेलुया जूम के द्वारा जुड़ा हुआ हर एक को यीशु के नाम पर आशीष देते परमेश्वर। हम लोग परमेश्वर हट जाए और परमेश्वर यीशु मसीह हमारे द्वारा बढ़ते जाने के लिए प्रार्थना, पिता पुत्र पवित्र आत्मा के नाम पर आशीष देकर प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन आमीन। ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ।